ഇതെന്താ അത്ഭുതം? എന്താ രമ്യ? ദേ നിന്റെ ചേട്ടന്റെ കോള് വന്നിരിക്കുന്നു. ഏട്ടൻ നിന്നെ കോൾ ചെയ്യാറില്ലല്ലോ. അതെ. ഹലോ രാജു. രമ്യ, നീ ഇതെവിടെയാ? ഓ, നമ്മളിവിടൊക്കെ തന്നെ ഉണ്ട്. രാജുവിന് അതൊന്നും കാണാനുള്ള സമയമില്ലല്ലോ. രമ്യ, തമാശ കളിക്കാനുള്ള സമയമില്ല. ഇവിടെ ഒരു ചെറിയ പ്രശ്നം. എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എന്താ പ്രശ്നം? എന്തു പറ്റി? ശരിക്കും നമ്മുടെ സഹായം ഇപ്പൊ വേണ്ടത് ഋതിക മേഡത്തിനാ. ഋതിക മേഡോ കുഴപ്പത്തിലായിരിക്കുന്ന. രമ്യ കേട്ടില്ല നിന്റെ ചേട്ടൻ പറഞ്ഞത്? എന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചൊന്നുമല്ല, ഋതികയെ സഹായിക്കാനാ. ആ ശരി രാജു, കാര്യം പറയ്. ഋതിക മേഡത്തിന് മാഡത്തിന്റെ വുഡ് ബി അശ്വിൻ സാറിന്റെ അമ്മ കയ്യിലിട്ട് കൊടുത്ത ഒരു വളയുണ്ട്. ആ വള കാണാനില്ല. കാണാനില്ലെന്നോ? വള എന്താ കയ്യിന്ന് അപ്രത്യക്ഷാവോ? എനിക്ക് തോന്നുന്നതേ ഇത് അവന്റെ പണിയാണെന്നാ. ആ ദീപകിന്റെ. രാജു അവനെ പിടിച്ച് മാറ്റി നിർത്തി നല്ല അടി അങ്ങ് വെച്ചു കൊടുക്ക്. നല്ല അടിയുടെ വേദന അറിയുമ്പോഴേ അവൻ തത്ത പറയുന്ന പോലെ സത്യം പറഞ്ഞോളൂ. അങ്ങനെയൊക്കെ ചെയ്ത വർമ്മ സാറിന് ദേഷ്യാവും. രമ്യ ഒരു കാര്യം ചെയ്യേ. രമ്യയുടെ അമ്മ വീടിനടുത്ത് താമസിക്കുന്ന കാളിദാസൻ പോറ്റിയില്ലേ, എത്രയും പെട്ടെന്ന് ആളെ കൂട്ടി വിളിക്കുക. ആ ശ്രീവ എന്റെ കൂടെയുണ്ട്. ഞങ്ങള് പോറ്റിയും കൂട്ടി എത്രയും വേഗം അവിടെ എത്താം. രാജു ധൈര്യമായിട്ടിരിക്കും. ശരി രമ്യ. ഋതിക മേഡം പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. കാളിദാസൻ പോറ്റി വരും. ഋതിക മേഡത്തിന്റെ വള എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. ഉറപ്പാണോ രാജു? ഉറപ്പാണെന്നേ. ധൈര്യമായിട്ടിരിക്കുക, പേടിക്കണ്ട. വള കിട്ടിയില്ലെങ്കിൽ അച്ഛനത് വലിയ ദേഷ്യവും